വക്കീലെ, ഞാൻ കുറച്ചു നേരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം അല്ലെങ്കിൽ സമാധിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. അവിടെ സബ് കളക്ടർ പറയുന്നത് കേട്ടു, നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മൃതശരീരം കൃത്യമായി കുടുംബത്തിന് വിട്ടു നൽകും. ഇനി എന്താണ് ആ മൃതശരീരം കാണിക്കുക? ഇനി ഇവര് വീണ്ടും ഈ ശരീരത്തെ സമാധി വെക്കുമോ, അതോ ഇനി അതിനെ കുഴിച്ചു മൂടുകയാണോ ചെയ്യുക, അതോ ദഹിപ്പിക്കുമോ? എന്തായിരിക്കും അതിന് ചെയ്യുക? ഗോപൻ സ്വാമിയുടെ മരണകാരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല അവകാശം എന്ന് പറയുന്നത്, മരിച്ചവർക്കും അല്ലെങ്കിൽ മൃതദേഹത്തിനും റൈറ്റ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഈ പറഞ്ഞ പോലെ മരണത്തിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു, മരിക്കപ്പെടുന്ന ആള് അവർ വിൽപ്പത്രങ്ങളൊക്കെ തയ്യാറാക്കി എൻ്റെ ശരീരം ഇങ്ങനെയാണ് അടക്കം ചെയ്യേണ്ടത്, എൻ്റെ ശരീരം ദഹിപ്പിക്കുകയാണ്, എൻ്റെ ശരീരം സമാധിയാക്കുകയാണ്, അല്ലെ എൻ്റെ ശരീരം എന്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണം. അതൊക്കെ സ്വാഭാവികമായിട്ടും ജീവിച്ചിരിക്കുമ്പോഴേ എന്ത് ചെയ്യാം, ആ ആളിന് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു കാരണം, ഒരു പ്രത്യേകമായ ഒരു കാര്യമുള്ളത് എന്ന് പറയുന്നത്, ഈ മരണം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നെയ്യാറ്റിൻകരയിലെ ഈ സംഭവത്തിന് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം മരണം സ്ഥിരീകരിക്കേണ്ടത് ഏതെങ്കിലും മന്ത്രവാദിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാമിയോ അല്ലെങ്കിൽ എന്താണ് ആധ്യാത്മിക നേതാക്കന്മാരോ മത നേതാക്കന്മാരോ അല്ല. മരണം സ്ഥിരീകരിക്കേണ്ടത് ഒരു ഡോക്ടറാണ് മരണം സ്ഥിരീകരിക്കേണ്ടത്. അപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗോപൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറിച്ച് അവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആളാണെന്ന്. പക്ഷെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഈ മരണം കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എങ്ങനെയാണ് ഈ അടക്കം ചെയ്ത ശേഷം അല്ലെങ്കിൽ ഈ കുടുംബം പോസ്റ്റർ പതിച്ച ശേഷമാണ് ഇത്തരത്തിലൊരാൾ മരണപ്പെട്ടത് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു ദുരൂഹമാണ്. അതൊരു കൃത്യമായിട്ട് എന്താണ്, അതൊരിക്കലും എന്ത് ചെയ്യപ്പെടാൻ കഴിയില്ല. ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിന്റെയോ പേരിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കൃത്യമായ ക്രൈം എന്ത് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അല്ലാതെ എന്തിനാണ് ഇത്തരത്തിലൊരു പെട്ടെന്ന് രാത്രിയിൽ തന്നെ മറവ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? അപ്പൊ അവർക്ക് സമാധി നടത്താമല്ലോ. എത്രയോ ആളുകളുടെ സമാധികൾ നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെ? അതിലൊന്നും ആർക്കും എതിരില്ല. മതങ്ങൾ ഈ പറഞ്ഞ മതാചാര പ്രകാരം തന്നെ അവിടെ നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ മതാചാര പ്രകാരം തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. അതിന് ഈ മക്കൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു, ആരും അറിയാതെ അല്ലെങ്കിൽ ആരെയും കാണരുത് സമാധി വെക്കുന്നത്, ഒറ്റയ്ക്ക് വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതിന് അവരുടെ തന്നെ മക്കള് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം മകൻ പറഞ്ഞ എന്താണ്, അയാൾ ഇങ്ങനെ പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നേരെ നടന്ന് കല്ലറയിലേക്ക് പോകുന്നു, കല്ലറയിൽ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്ന എന്താണ്, ആത്മാവിലേക്ക് ഈ ശരീരം വേർപെട്ടുകൊണ്ട് ആത്മാവ് അന്തർലീനം ചെയ്യുന്നത് കണ്ടു എന്നാണ് മകൻ പറയുന്നത്. ഇതൊക്കെ ഏത് രാജ്യത്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? ഇതൊക്കെ കേൾക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ പറയാനും ആളുകൾക്ക് ലജ്ജയില്ലാത്ത ഒരു സമൂഹമല്ല. ഇന്നലെ വരെ എന്താണ് പറഞ്ഞത്, ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇളകിയാൽ ലോകം അവസാനിക്കുമെന്നാണ്. എന്ത് ലോകം അവസാനിച്ചു? ശരിയാണ്, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിക്കത്തില്ല. പണ്ടൊരു സിനിമയിൽ എന്താണില്ല, തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി മിഥുനത്തിൽ ചെയ്യുന്ന അതേ അവസ്ഥയാണ്. ഇപ്പൊ പൊട്ടു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പൊട്ടിയില്ല എന്നുള്ളതാണ്. ഒന്നും പൊട്ടിയില്ല. അതാണ് കല്ലറയിൽ നിന്ന് എടുത്തോണ്ട് പോയി അവർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ഇത് പോരായിരുന്നു ആദ്യം തന്നെ. തീർച്ചയായിട്ടും അതിനെ എത്രത്തോളം എതിർക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, എതിർക്കേണ്ടതല്ല, ഇവിടെ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ ഇല്ലാതായപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാതാകപ്പെട്ടാൽ അത് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് സമൂഹത്തോടും അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളോടും പറയാനുള്ള ബാധ്യത കുടുംബത്തെ കാട്ടി എന്തുണ്ട്, നമ്മുടെ സ്റ്റേറ്റിനുണ്ട്. ആ സ്റ്റേറ്റ് ആ നടപടി എടുക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നാടകങ്ങൾ നടത്താൻ വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്, സാധിച്ചത്. എത്ര ദിവസം എന്ത് ചെയ്യുന്നു, നമ്മുടെ അധികാരികളെയും പോലീസിനെയും കളക്ടറെയും ഒക്കെ എന്ത് ചെയ്യുന്നു, മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവർ പറയുന്നു ഇതിനൊക്കെ പിന്നിൽ ആരാണ്, മറ്റ് മതങ്ങളാണ്, സമുദായമാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത്? അതെ, ചില ബൈറ്റുകളിൽ അവരുടെ മകൻ പറയുന്നുണ്ട്, ഹിന്ദു സംഘടനകൾ വരട്ടെ, ഹിന്ദു സംഘടനകൾ പറയട്ടെ. അല്ലെ, ഇതിന്റെ മുമ്പിൽ ഇളിച്ചു നിന്ന ഹിന്ദു സംഘടനകളോടൊക്കെ പരിതാപമേ എന്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും. കാരണം ഇത്രയും അശാസ്ത്രീയമായി ചെയ്തു വെച്ച ഒരു കാര്യത്തെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നമ്മൾ 2025 ജീവിക്കുന്നത്. നമ്മൾ ഇവിടെ മതങ്ങൾക്കോ ആചാരങ്ങൾക്കോ എതിരല്ല. വിശ്വാസികൾക്ക് വിശ്വസിക്കാം, മതങ്ങളെ പിന്തുടരാം. നാളെ വേണേ ഗോപൻ സ്വാമി ഒരു പ്രത്യേക എന്തായി മാറാം, എന്തെങ്കിലും സ്വാമിയോ ദൈവമോ ഒക്കെ ആകപ്പെടാം. അതിലൊന്നും, അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ ഈ പറയുന്ന ശവകുടീരത്തിൽ അല്ലെങ്കിൽ ഈ സമാധി സ്ഥലത്ത് വന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാം. അതിലൊന്നും ആർക്കും എന്തില്ല, എതിർപ്പുകളില്ല. ഇവിടെ പ്രശ്നം
അദ്ദേഹത്തിന്റെ മരണം എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്ത് കാരണത്താലാണ് അദ്ദേഹം മരിച്ചത് എന്ന ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അതൊരു സ്ഥിരീകരണമാകത്തുള്ളൂ. അല്ലാതെ ആ സ്ഥിരീകരണം കൊടുക്കാൻ ഗോപൻ സ്വാമിയുടെ മക്കളും അമ്മയും മാത്രം ഞങ്ങൾ കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മകൻ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശരീരം കൊണ്ടുപോകുമ്പോൾ മകനോട് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വരാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളിയാണ് പോലീസ് വിളിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോഴും അവർ അതിനോട് യോജിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതിന് ശേഷം ഈ മൃതശരീരം വിട്ടുകൊടുക്കുന്ന സമയത്ത് കൃത്യമായി ഇവർ പറയുന്നത് മിക്കവാറും അതിന് അശുദ്ധി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യം മുന്നിൽ കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ മൃതശരീരത്തെ ചെയ്യുന്നത്? മൃതശരീരം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മരണകാരണം പുറത്തു വരുമ്പോൾ മിക്കവാറും മകൻ എന്ത് ചെയ്യേണ്ടി വരും? ജയിലിൽ പോകേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അതൊരു മർഡർ തന്നെയാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. തന്നെയുമല്ല, അവിടുത്തെ പരിസരവാസികൾ മുഴുവൻ കേൾക്കാറുണ്ടായിരുന്നു ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ ഈ മക്കള് വിളിക്കുന്ന തെറിയഭിഷേകം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കിടപ്പ് രോഗിയായിരുന്നപ്പോൾ ക്രൂരമായിട്ടായിരുന്നു ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. ഒറ്റ രാത്രി എന്ത് ചെയ്തു, വെളുത്തപ്പോഴത്തേക്ക് എന്തായി, അദ്ദേഹത്തിന് ആകെപ്പാടെ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ അളപൊട്ടുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. അതെ, അതിന് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു ഡ്രാമ എന്ന് പറയുന്നത് നമുക്ക് സീരിയലുകൾ കാണുന്നത് പോലെ. അവരൊക്കെ ഈ ഡ്രാമ കാണാൻ അവസരം എന്തിനാണ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്? അവരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംഘടിതമായ ശ്രമം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ അന്ധവിശ്വാസത്തിന് വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ പോലും കുഴിച്ചു മൂടിക്കൊണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്തും ഈ നാട്ടിൽ സംഭവിക്കാം, അല്ലെങ്കിൽ അന്ധവിശ്വാസം പറഞ്ഞാൽ എന്തും ഈ നാട്ടിൽ നടക്കാം, അല്ലെങ്കിൽ ഇതര മതവിദ്വേഷം വിളമ്പിയാൽ എന്ത് കാര്യത്തിനും സംരക്ഷണം കിട്ടുമെന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദുവിന്റെ ഒരു പ്രശ്നം വന്നാൽ അതിന് പിന്നിൽ മുസ്ലിങ്ങളാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഒരു പ്രശ്നം വന്നാൽ അത് മറ്റൊരു മതക്കാരനാണ്. അല്ലെങ്കിൽ പരസ്പരം മതങ്ങളെ പഴിചാരിയാൽ എന്ത് സംരക്ഷണവും ലഭിക്കും. ആ സംരക്ഷണം ലഭിക്കുക മാത്രമല്ല, മതത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള മതമൗലിക സംഘടനകളൊക്കെ തന്നെ ഇളിച്ചു നിന്നുകൊണ്ട് അവരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതാണ് കണ്ടത്. കാരണം ഹിന്ദു സംഘടനകളോട് നമ്മൾ പല നേതാക്കന്മാരോടും ഓൺലൈൻ പല ചാനലുകളും വിളിക്കുമ്പം ഒരു നേതാവ് പറയുന്നതല്ല എന്ത് ചെയ്യുന്നത്, അതെ മറ്റൊരു നേതാവ് പറയും. സമാധിക്ക് തന്നെ പല രൂപങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്നവരുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ അദ്ദേഹം മരിച്ചതായിക്കോട്ടെ, നമുക്കതിനൊന്നും എതിർപ്പില്ല. പക്ഷെ മരിച്ചതാണെങ്കിലും ഒരു പൗരൻ, നമ്മുടെ രാജ്യത്തെ ഒരു സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ നാട്ടില്, അതിപ്പോ കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഈ സ്റ്റേറ്റിനും എന്തുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഇതാണെന്നോ അല്ല ഇത് എൻ്റെ അമ്മയുടെ ഇത് തീരുമാനമാണെന്നോ പറയാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ആരെയും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം.